ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആതിര അർച്ചന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ് ഏരിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നാഷണലൈസേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ നാഷണലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നാഷണലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നാഷണലൈസ് ചെയ്ത ഡേറ്റ്, എത്ര ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തത്, അതിന്റെ കണ്ടീഷൻ എന്തായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ്, ഓൺ 19th July 1969, 14 major commercial banks which had deposit of 50 crore or more were nationalized. അതായത് ജൂലൈ 19, 1969 14 കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ആണ് ഫസ്റ്റ് ഫേസിൽ നാഷണലൈസ് ചെയ്തത്. എങ്ങനെയുള്ള ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തത്? 50 കോടി രൂപയും അതിൽ മുകളിലോ ഡെപ്പോസിറ്റ് ഉള്ള 50 crore ഓർ മോർ ഡെപ്പോസിറ്റ് ഉള്ള 14 മേജർ കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് ജൂലൈ 19, 1969 നാഷണലൈസ് ചെയ്തത്. ആ ബാങ്കുകൾ ഏതൊക്കെയാന്ന് നോക്കാം. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ യൂക്കോ ബാങ്ക്, അതുപോലെ തന്നെ കനറ ബാങ്ക്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, ധന ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അലഹബാദ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഇത്രയും 14 ബാങ്കുകൾ 50 കോടി അല്ലെങ്കിൽ അതിനു മുകളിൽ ഡെപ്പോസിറ്റ് ഉള്ള 14 മേജർ കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് 1969 ഫസ്റ്റ് ഫേസിൽ നാഷണലൈസ് ചെയ്തത്. ഈ ബാങ്കുകളുടെ പേരൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് നാഷണലൈസേഷൻ നടന്നത് 15 ഏപ്രിൽ 1980 അപ്പോൾ ആദ്യത്തേത് 14 ജൂലൈ 1969 രണ്ടാമത്തെ നാഷണലൈസേഷൻ നടന്നത് 15 ഏപ്രിൽ 1980. ആദ്യത്തെ ഫേസിൽ 14 ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തത്. രണ്ടാമത്തെ ഫേസിൽ നാഷണലൈസ് ചെയ്തത് 6 കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. രണ്ടാമത്തെ ഫേസിൽ നാഷണലൈസ് ചെയ്തത് 6 കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. അപ്പോൾ 15 ഏപ്രിൽ 1980 6 കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കൂടി നാഷണലൈസ് ചെയ്തു. എങ്ങനെയുള്ള ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തത്? ആദ്യത്തെ ഫേസിൽ 50 കോടിയോ അതിൽ കൂടുതലോ ഡെപ്പോസിറ്റ് ഉള്ള ബാങ്കുകളായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ഫേസിൽ എന്താണ്, 200 കോടിയോ അതിന് മുകളിലോ ഡെപ്പോസിറ്റ് ഉള്ള ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തത്. ആ ബാങ്കുകൾ എന്ന് പറയുന്നത് ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, വിജയ ബാങ്ക്, ഇങ്ങനെയുള്ള ബാങ്കുകളെയാണ് അന്ന് നാഷണലൈസ് ചെയ്തത്. അതായത് 6 കൊമേഴ്ഷ്യൽ ബാങ്കുകളെയാണ് 15 ഏപ്രിൽ 1980 നാഷണലൈസ് ചെയ്തത്. കണ്ടീഷൻ ഇതായിരുന്നു, 200 കോടി അല്ലെങ്കിൽ അതിനു മുകളിൽ ഡെപ്പോസിറ്റ് ഉള്ള ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തത്. ബാങ്കുകൾ ശ്രദ്ധിക്കുക: ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, വിജയ ബാങ്ക്. പിന്നീട് സെപ്റ്റംബർ 14, 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് മെർജ് ചെയ്തു. അറ്റ് ദാറ്റ് ടൈം 19 നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഏപ്രിൽ 1, 2019 വിജയ ബാങ്കും ധന ബാങ്കും എന്തായിട്ട് മെർജ് ചെയ്തു? ബാങ്ക് ഓഫ് ബറോഡയുമായിട്ട് മെർജ് ചെയ്തു. അപ്പൊ ഡേറ്റ് ഓർത്ത് വെക്കാം. 2019 ഏപ്രിൽ 1 വിജയ ബാങ്കും ധന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയുമായിട്ട് മെർജ് ചെയ്തു. പിന്നീട് ഏപ്രിൽ 1, 2020 കുറച്ചധികം മെർജേഴ്സ് നടന്നു. അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കുമായിട്ട് മെർജ് ചെയ്തു. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് മെർജ് ചെയ്തു. സിൻഡിക്കേറ്റ് ബാങ്ക് കനറ ബാങ്കിൽ മെർജ് ചെയ്തു. കോർപ്പറേഷൻ ബാങ്കും ആന്ധ്ര ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മെർജ് ചെയ്തു. അങ്ങനെ 2020 ഏപ്രിൽ 1 കുറച്ചധികം മെർജേഴ്സ് നടന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നാഷണലൈസേഷൻ പഠിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നാഷണലൈസേഷനും മെർജേഴ്സും ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള ഏരിയാസ് ആണ്. അപ്പോൾ നമുക്ക് കേരള ബാങ്കിൻ്റെ എക്സാം ഒക്ടോബർ 23 നടക്കുകയാണ്. ഇനി കുറച്ച് ടൈമേ നമുക്ക് മുന്നിലുള്ളൂ. അപ്പോൾ അവസാനവട്ട ഒരുക്കം എന്നുള്ള ഇതിൽ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി
ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ബൂസ്റ്റർ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 10 ദിവസം 20 മണിക്കൂർ വീതമാണ് നമ്മളുടെ ലൈവ് ക്ലാസ്സുകൾ. വളരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4 മോഡൽ എക്സാംസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ താഴെ ഒരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് നാഷണലൈസേഷൻ ആയിരുന്നു, നാഷണലൈസേഷനും മെർജേഴ്സുമായിരുന്നു. പിന്നീട് ഈ മെർജേഴ്സും നാഷണലൈസേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നൗ ദ കൺട്രി ഹാസ് 12 പബ്ലിക് സെക്ടർ ബാങ്ക്സ്, 11 ബാങ്കുകളും പ്ലസ് SBI, അങ്ങനെ 12 പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് അറ്റ് പ്രസന്റ് നമ്മളുടെ ഇന്ത്യയിൽ ഉള്ളത്. ആ ബാങ്കുകൾ ഏതൊക്കെയാ നോക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, കനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത്രയും ബാങ്കുകളാണ് അറ്റ് പ്രസന്റ് 12 ബാങ്കുകളാണ് പബ്ലിക് സെക്ടറിൽ ഈ മെർജേഴ്സും നാഷണലൈസേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അറ്റ് പ്രസന്റ് നമ്മുടെ കൺട്രിയിലുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നാഷണലൈസേഷൻ ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്